Rahul, please stop it. ചാർലി പോയതിൽ സങ്കടം ഉണ്ടല്ലേ? എനിക്കും വലിയ സങ്കടമായി. I said stop it. Excuse me. Where is Charlie? Charlie went home. He left in the morning flight. Metemos la primera en el oro de Purple. Chirria las cuatro ruedas. Vamos marcando el paso, vamos rompiendo el hielo. No hacemos ni puto caso de las señales del cielo. Que no tenemos pasta, pues dormimos un rato. Porque el dormir no basta, sale mucho más barato. Nos comemos la noche cacho a cacho, gramo a gramo. Enroscamos el coche y a mañana no llegamos. La vida en un minuto no pasa tan deprisa. Por si acaso disfruto, corre que me da la risa. Acelera un poco más porque me quedo tonto y vamos muy lento. Y acelera un poco más, corre más que el veneno que llevo dentro. Y acelera un poco más, ahora en tu laguna el pedal de freno. Y acelera un poco más, como déjame que piense. Hey, Angel. Angel, wait. അന്ന് സെഞ്ഞോറിന്റെ മുറിയിൽ നിന്ന് ചാർലിക്ക് സീഡി കിട്ടിയത് മേനോൻ അറിഞ്ഞപ്പോ തന്നെ എല്ലാവരെയും അത് അറിയിക്കേണ്ടതായിരുന്നു. നല്ലൊരു ഓഫർ കിട്ടിയപ്പോ സ്നേഹം ഉപേക്ഷിച്ച് പോയവനോട് എന്തിനാ മേനോൻ ദയ കാണിച്ചത്? ദയ കാണിച്ച ഞാനല്ല, ചാർലിയാ. മാപ്പ് കൊടുക്കാവുന്ന തെറ്റെന്ന് പറഞ്ഞ് ചാർലി എന്നെ കൺവിൻസ് ചെയ്യായിരുന്നു. അത്രയും ത്യാഗം ചെയ്തവനോട് എനിക്ക് എന്നോട് ഇറങ്ങി പോകാൻ പറയേണ്ടി വന്നു. മനസ്സൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബാറിൽ കയറിയത്. അവിടെ വെച്ച് ഞാൻ രാഹുലിനെ കണ്ടു, കൂടെ മറ്റു ചിലരെയും. രാഹുലിനെ കുറിച്ച് അവിടെ വെച്ച് എന്നെ അറിഞ്ഞ കാര്യങ്ങൾ എന്നെ തകർത്ത് കളഞ്ഞു. പിന്നീട് അവനെക്കുറിച്ച് പോർച്ചുഗലിൽ കൂടുതൽ അന്വേഷിച്ചു. ഇവിടുന്ന് പോയതിനു ശേഷം നല്ലൊരു ജീവിതമായിരുന്നില്ല രാഹുലിൻ്റേത്. ചൂതാട്ടമായിരുന്നു വിനോദം. അതുവഴി രാഹുൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയും വരുത്തി വെച്ചിട്ടുണ്ട്. ആ ബാധ്യത തീർക്കാനുള്ള പണത്തിന് വേണ്ടിയാ രാഹുൽ തിരിച്ചു വന്ന, അല്ലാതെ കമീലയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ ഇപ്പോ മറ്റൊരു പെൺകുട്ടിയുണ്ട്. വൈകണ്ട, ഹോട്ടലിൽ കാത്തിരിക്കുന്ന കടക്കാർക്ക് കൊണ്ടേ കൊടുത്തേക്ക്. എന്നിട്ട് കൂടെയുള്ള പെണ്ണിനോട് പഴയ കാമുകി തന്ന ഭിക്ഷയാണെന്ന് കൂടെ പറഞ്ഞേക്ക്. ഇതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാനൊരമ്മയാകില്ല. എന്തിനാടാ ഈ ചതി കാണിച്ചത്? സ്നേഹത്തിന്റെ വിലയേറിയത്ത ദ്രോഹി.
മകനെ വളർത്താൻ കഴിയാത്തവർക്ക് മകനെ തല്ലാനും അവകാശമില്ല. ചെറുപ്പം മുതൽ വളർത്തിയതും സ്നേഹിച്ചതുമൊക്കെ ഇവളെയായിരുന്നു, എന്നെയല്ല. മാസാമാസം ബോർഡിങ്ങിലേക്ക് വരുന്ന പണമായിരുന്നു എനിക്ക് അമ്മ. അതുകൊണ്ട് ആ പണത്തെ ഞാൻ സ്നേഹിച്ചത്. അതെന്റെ തെറ്റാണോ? അറിഞ്ഞതും കേട്ടതും ഒക്കെ ശരി തന്നെയാ, ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നിന്നെ സ്നേഹിച്ചത് ഏതളവ് വരെയാണെന്ന് എനിക്കറിയില്ല. ബാധ്യതകളുടെ അടിയിൽപ്പെട്ട് എന്റെ സ്നേഹം മരിച്ചുപോയതാവാം. ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതി ജീവിക്കുമ്പോൾ കിട്ടിയ കൂട്ട് ഉപേക്ഷിക്കാതിരുന്നത് ഞാൻ അവളോട് കാണിച്ച മര്യാദ. ബാധ്യതകൾ തീർക്കാൻ ഗതിയില്ലാതെ കളിച്ച കളിയാ. വലിച്ചെടുന്നതാണെങ്കിലും ഞാനിതെടുക്കുന്നു. ജയിലിൽ പോകാതെ പിടിച്ചു നിൽക്കാൻ എനിക്കിത് വേണം. എനിവേ, സോറി ഫോർ എവരിതിങ് ആൻഡ് താങ്ക്സ് ഫോർ എവരിതിങ്.